തിരികെത്തുന്നു വാർത്തയിലേക്ക്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഇന്ന് ഗവർണർക്ക് റിപ്പോർട്ട് നൽകും. തിരുവനന്തപുരത്ത് രാജ്ഭവനിലെത്തിയാണ് ജസ്റ്റിസ് ഹരിപ്രസാദ് അന്വേഷണ റിപ്പോർട്ട് കൈമാറുക. സൂര്യഗായത്രി വിവരങ്ങളുമായി ചേരുന്നു. സൂര്യ, ഈ റിപ്പോർട്ടിൽ സർവകലാശാലയ്ക്ക് എതിരെ വിമർശനങ്ങളുണ്ടോ, പരാമർശങ്ങളുണ്ടോ എന്നത് നിർണായകമാണ്. എന്തൊക്കെയാണ് വിവരം? ഫിജി, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർവകലാശാലയ്ക്ക് എന്തെങ്കിലും ഭരണപരമായ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ആണ് ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ രാജ്ഭവനിൽ നൽകുന്നത്. രാജ്ഭവനിൽ ജസ്റ്റിസ് ഹരിപ്രസാദ് നേരിട്ടെത്തിയാണ് ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇതിൽ ഏകദേശം 28ഓളം പേരുടെ മൊഴികളാണ് കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സർവകലാശാല വൈസ് ചാൻസലർ, അതുപോലെ തന്നെ ഹോസ്റ്റൽ വാർഡൻ, ആംബുലൻസ് ഡ്രൈവർ, ഡീൻ ഉൾപ്പെടെ സിദ്ധാർത്ഥന്റെ അച്ഛനമ്മമാർ, സുഹൃത്തുക്കൾ, സർവകലാശാലയിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ള 28 പേരുടെ മൊഴികളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രാജ്ഭവൻ തുടർ നടപടികൾ സ്വീകരിക്കുക. നേരത്തെ തന്നെ സിദ്ധാർത്ഥന്റെ അച്ഛനമ്മമാർ സർവകലാശാലയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഡീൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഭരണപരമായ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന ഒരു കാര്യം വരുന്നത്. അത് സംബന്ധിക്കുന്ന അന്വേഷണം നടത്തി ആണ് ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് രാജ്ഭവന് നൽകാൻ പോകുന്നത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രാജ്ഭവൻ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുക.